നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ MAPCയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് MPC 006, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി എന്നുള്ളത്. അപ്പോൾ അധിക പേർക്കും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണിത്. കാരണം 10th ശേഷം കുറേ ആൾക്കാർ മാത്സുമായിട്ടുള്ള ബന്ധം തന്നെ ഇല്ലാതായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. എന്നാൽ നമ്മളുടെ കൃത്യമായ ഇടപെടലിലൂടെ കൃത്യമായ ടിപ്സും അതുപോലെ തന്നെ ട്രിക്സും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനേക്കാളും ഈസിയായി വളരെ പെട്ടെന്ന് തന്നെ പാസ്സാവാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് MPC 006 എന്നുള്ളത്. നമ്മൾ ഇതിനു മുമ്പായിട്ട് 6 ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് എങ്ങനെ 75% മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പ്ലീസ് പ്രീവിയസ് വീഡിയോസ് ഒന്ന് പോയിട്ട് കാണുക. അപ്പോൾ അതുമായി കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു, കാരണം എനിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ പേടിയായിരുന്നു. MPC 006 യൂട്യൂബിൽ വന്ന ഒരു വീഡിയോ ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഒരു 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ എക്സാം പാസ്സാകാൻ വളരെ ഈസിയാണ്. ഇനിയും പഠിക്കാൻ തുടങ്ങിയില്ല, എക്സാം രജിസ്റ്റർ ചെയ്തു, ഇത് സ്കിപ്പ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നവർക്ക് അതിനു മുമ്പായിട്ട് ഇതൊന്ന് കാണുക. നമ്മുടെ MPC 006 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതായത് തിയറിറ്റിക്കൽ പാർട്ടിൽ നിന്നും അതുപോലെ തന്നെ ന്യൂമറിക്കൽ പാർട്ടുമായിട്ട് അങ്ങനെ 2 ടൈപ്പാണ് ഉണ്ടാവുക. നമ്മളിപ്പോൾ പഠിക്കാൻ ഒന്നും തുടങ്ങിയില്ല, ഇനിയിപ്പോൾ പഠിച്ചു തുടങ്ങി എവിടെ തുടങ്ങണമെന്ന് വിചാരിക്കുന്നവർക്ക് ന്യൂമറിക്കൽ പാർട്ടിൽ തുടങ്ങിയാൽ തന്നെ നമുക്ക് പാസ്സാവാൻ വേണ്ടി സാധിക്കും. IGNOU എക്സാമിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏകദേശം 70% to 60 to 70% മാർക്ക് നമുക്ക് ക്യാരി ചെയ്യുന്നത് ഈ ഒരു ന്യൂമറിക്കൽ പാർട്ടിലാണ്. ബാക്കി 30 to 40% മാത്രമാണ് നമുക്ക് തിയറിറ്റിക്കൽ പാർട്ടിൽ നിന്നും വരുന്നത്. അപ്പോൾ ഈ 70% എന്ന് പറയുന്നത് നമ്മുടെ MPC 06 നമുക്ക് 50 മാർക്കിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ 40% മാർക്കാണ് നമുക്ക് വേണ്ടത്, അതായത് ഒരു 20 മാർക്കാണ് വേണ്ടത്. നമുക്ക് 70% എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 30 മാർക്ക് വരെ നമുക്ക് ഈ ന്യൂമറിക്കൽ പാർട്ടിൽ നിന്നാണ് അധികമായിട്ട് വരാറ്. അത് ഏതൊക്കെ ന്യൂമറിക്കൽസ് ആണ് എന്നുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാം. ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാമിൽ വേറെ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതിലൊന്നാമത്തത് എന്ന് പറയുന്നത് ഫോർമുലയാണ്. നമ്മൾ ഫോർമുല എന്തായാലും ഓർത്ത് വെക്കണം. ന്യൂമറിക്കൽസിൽ ഫോർമുല എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആ ഫോർമുലയിൽ ഉൾപ്പെടുത്താൻ പറ്റുക, എന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫോർമുല ഓർത്ത് വെക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. കാരണം 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ എല്ലാ ഫോർമുലാസും ഒരു തവണയെങ്കിലും ഒരു ദിവസം എഴുതി നമ്മൾ പഠിക്കുക. ഫോർമുലാസ് മാത്രം ഒരു സെപ്പറേറ്റ് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്നും കൂടി എഴുതി നമുക്ക് റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഫോർമുല മറന്നുപോയാൽ പിന്നെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഫോർമുല കറക്റ്റായിട്ട് പഠിച്ച് അത് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി രണ്ടാമതായി എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓരോ സബ്ജക്റ്റ് പഠിക്കുന്നതിനും ഒരു രീതി ഉണ്ടായിരിക്കും. നമ്മുടെ മാത്സ് റിലേറ്റഡ് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ അത് എഴുതി പഠിക്കുമ്പോഴാണ് നമ്മളുടെ മൈൻഡിൽ കൂടുതലായിട്ട് അത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതി പഠിക്കുക. നമ്മുടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഇത് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ എളുപ്പമാക്കുകയും അതുപോലെ തന്നെ കാൽക്കുലേറ്ററിലെ ചില ട്രിക്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. എക്സ്പേർട്സിൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൽ 30 to 40% തെറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. ചെറിയ മിസ്റ്റേക്ക് മതി നമ്മളുടെ ആൻസർ ഫുള്ളായിട്ട് തെറ്റാൻ വേണ്ടിയിട്ട്. ഇനി പലവർക്കുമുള്ള സംശയമാണ് നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ ആണോ അല്ല നോർമൽ കാൽക്കുലേറ്റർ ആണോ യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നോർമൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IGNOയുടെ എന്നാൽ നമ്മളുടെ എക്സാം സെൻറ്റേഴ്സിന് അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റഡി സെൻറ്റേഴ്സിന് നമ്മൾ ഏത് കാൽക്കുലേറ്ററാണ് അല്ലെങ്കിൽ നമ്മളുടെ സബ്ജക്റ്റിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം അറിയില്ല. അവർ സാധാരണയായി നോക്കാറ് നമ്മുടെ അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ ID കാർഡും ഒക്കെ ആയിരിക്കും. ഈ സയൻറ്റിഫിക് ആണോ അല്ലെങ്കിൽ നോർമൽ കാൽക്കുലേറ്റർ ആണോ യൂസ് ചെയ്യുന്നത് എന്ന് അധിക സെൻറ്റേഴ്സും നോക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ 2 കാൽക്കുലേറ്ററും കൊണ്ടുപോവുക.
നോർമൽ കാൽക്കുലേറ്ററും കൊണ്ടുപോവുക, അതുപോലെ തന്നെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററും കൊണ്ടുപോവുക. കാരണം സയൻറ്റിഫിക് കാൽക്കുലേറ്റർ നമുക്ക് പെട്ടെന്ന് തന്നെ മാത്സ് ന്യൂമറിക്കൽസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നോർമൽ കാൽക്കുലേറ്ററിൽ നമുക്ക് കുറച്ചൊരു പരിധിയുണ്ട്. നോർമൽ കാൽക്കുലേറ്ററിന് പകരം നമ്മൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 5 to 15 minutes വരെ നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. ഒരു 2 hour എക്സാമിന് നമുക്കൊരു 15 minutes കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കത് തിയറിറ്റിക്കൽ പാർട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഞാൻ യൂസ് ചെയ്തത് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആയിരുന്നു. ഞാൻ 2 കാൽക്കുലേറ്ററും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സയൻറ്റിഫിക് ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. അധിക സ്റ്റെൻഡേഴ്സിലും അത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ കൊണ്ടുപോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആൻസേഴ്സ്, നമ്മുടെ ലാസ്റ്റ് ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക. അതൊരു ബോക്സിലൊക്കെ ആക്കിയിട്ട് വെക്കുക. കാരണം വാലുവേറ്റ് ചെയ്യുന്നവർക്ക് ടൈമൊന്നും ഉണ്ടാകണം എന്നില്ല. കാരണം അവർ ഒരുപാട് പേപ്പേഴ്സ് വാലുവേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ആൻസർ കാണാൻ വേണ്ടി അത്രയും ഹൈലൈറ്റ് ചെയ്തായിട്ടായിരിക്കണം നമ്മളുടെ ആൻസേഴ്സ് എഴുതേണ്ടത്. ഇനി പറയാനുള്ളത്, നമ്മളുടെ ന്യൂമറിക്കൽസിൻ്റെ എല്ലാ സ്റ്റെപ്സും നമ്മൾ കറക്റ്റായിട്ട് എഴുതുക. ഓരോ സ്റ്റെപ്പിലെയും ആൻസേഴ്സ് നമ്മളൊരു ബോക്സിലാക്കിയിട്ട് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ലാസ്റ്റ് ആൻസർ തെറ്റാണെങ്കിൽ പോലും നമ്മൾ എഴുതിയ ലാസ്റ്റ് ആൻസർ വരെയുള്ള ഓരോ സ്റ്റെപ്പിനും നമുക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ പാസ്സാവാൻ വേണ്ടിയിട്ട് 1 മാർക്കോ 2 മാർക്കോ ആവശ്യമുള്ളവർക്ക് ഈ ഒരു 1 മാർക്ക് കിട്ടുന്നത് 2 മാർക്ക് കിട്ടുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നല്ല നീറ്റായിട്ട് വേണം നമ്മളുടെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. നമുക്കിത് അറിയാം എന്നുള്ള കോൺഫിഡൻസ് അതിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ആൻസർ, ലാസ്റ്റ് ആൻസറൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഒരു 2 ലൈനൊക്കെ വിട്ടിട്ട് നല്ല ഭംഗിയിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു നീറ്റ്നെസ് നമ്മളുടെ ആൻസർ ഷീറ്റിനുണ്ടായിരിക്കും. ഓരോ ന്യൂമറിക്കലിൻ്റെയും ഒരു 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ന്യൂമറിക്കൽസിൻ്റെ ഫോർമുലാസും അതുപോലെ തന്നെ ന്യൂമറിക്കൽസ് എഴുതുന്ന ആ ഒരു രീതിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. ഇത് എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.